മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, താങ്കൾ നുണ പറയുകയാണ്. അപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നു. ഉടനെ അദ്ദേഹം മിമ്പറിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ തിരിച്ചു വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് വെള്ളം ഉതിർന്ന് വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും മിമ്പറിൽ കയറി ജനങ്ങളോട് അഭിസംബോധനം ചെയ്തു. മഹാനവറുകൾ പറഞ്ഞു, ഓ ജനങ്ങളെ, ദേഷ്യത്തിൻ്റെ പിറകിൽ ശൈത്വാനാണ്. ശൈത്വാന്റെ അടിസ്ഥാനം തീയുമാണ്. അതിനാൽ കോപാഗ്നിയെ നിങ്ങൾ വെള്ളം കൊണ്ട് കെടുത്തിക്കളയുക. തുടർന്ന് മഹാനവറുകൾ നേരത്തെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മടങ്ങി. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ വുളു എടുക്കണം എന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചിരുന്നത്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും. ഷെയ്ത്വാന്റെ അടിസ്ഥാനം തീയാണെന്ന് പറയാൻ തീയിൽ നിന്നാണ് ഷെയ്ത്വാനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീയിനെ കെടുത്തിക്കളയാൻ വെള്ളമാണ് ഏറ്റവും ഉചിതം. അതാണ് മഹാനവറുകൾ നമ്മളിലേക്ക് ഇട്ടു തന്നത്. ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ? അത് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ്, ദേഷ്യത്തെ അടക്കി നിർത്തുന്നവരാണ് ഏറ്റവും വലിയ ശക്തിമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.